ഡയപ്പറും നാപ്കിനും ഉയർത്തുന്ന മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൊരട്ടി പഞ്ചായത്തിൽ ഡയപ്പർ ഡിസ്ട്രോയർ യൂണിറ്റ് ആരംഭിക്കുന്നു. സാമ്പത്തിക വാർഷിക പദ്ധതിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് സംയുക്ത പദ്ധതിയായി 24 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഡയപ്പർ ഡിസ്ട്രോയർ യന്ത്ര നിർമ്മാണം ആരംഭിച്ചത്. പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനത്തെ രണ്ടാമത്തെ പഞ്ചായത്താണ് കൊരട്ടി പഞ്ചായത്ത്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനത്തിൽ ഇപ്പോഴും ജനങ്ങൾ ഉന്നയിക്കുന്ന മാലിന്യ പ്രശ്നമാണ് ഡയപ്പർ നാപ്കിൻ ഡിസ്ട്രോയർ യന്ത്ര സ്ഥാപനത്തിലൂടെ സാധ്യമാകുന്നത്. കിടപ്പ് രോഗികളും പ്രായാധികമുള്ള കുടുംബാംഗങ്ങളുമുള്ള കുടുംബങ്ങളുടെ വലിയ പ്രശ്നങ്ങൾക്ക് ഈ സ്ഥാപനത്തിന്റെ വരവോടെ പരിഹാരമാകുമെന്നാണ് പഞ്ചായത്ത് പ്രതീക്ഷിക്കുന്നത്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയുള്ള റെഡ്കോ ആണ് നിർവഹണ ഏജൻസി. ചാലക്കുടി മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നുമുള്ള ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കി അവിടെ നിന്നും നേരിട്ട് ഹരിതകർമ്മസേന വഴി മാലിന്യം ശേഖരിക്കാനാണ് കൊരട്ടി പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നതെന്ന് പ്രസിഡന്റ് PC ബിജു പറഞ്ഞു. കൊരട്ടി പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള വാതക ശ്മശാനത്തോട് ചേർന്നാണ് പുതിയ ഡിസ്ട്രോയർ യന്ത്രം സ്ഥാപിക്കുന്നത്. യന്ത്രത്തിന്റെ 1 മണിക്കൂർ പ്രവർത്തനത്തിന് 2 കിലോ പാചകവാതകവും 1 HP വൈദ്യുതിയും വേണ്ടിവരും. യന്ത്രം ഉപയോഗിച്ച് 45 മിനിറ്റിനുള്ളിൽ 60 ഡയപ്പർ നാപ്കിനുകളാണ് നശിപ്പിക്കാൻ കഴിയുക. ഡയപ്പർ ഡിസ്ട്രോയർ യൂണിറ്റിന്റെ നിർമ്മാണോദ്ഘാടനം കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു നിർവഹിച്ചു. കൊരട്ടി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് KR സുമേഷ്, നൈനു റിച്ചു, പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലത KA, പഞ്ചായത്ത് അംഗങ്ങളായ PS സുമേഷ്, വർഗീസ് പയ്യപ്പള്ളി, PG സത്യപാലൻ, GC പോൾ, ഷിമ സുധീൻ, ജെയ്നി ജോഷി, MJ ഫ്രാൻസിസ്, രമ്യ MR എന്നിവർ പ്രസംഗിച്ചു. 1 മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു നൽകാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. മീഡിയ ടൈം, കൊരട്ടി.